ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ 5th മന്തിലുണ്ടാകുന്ന 20th വീക്ക് സ്കാനിങ്ങിൻ്റെ പിന്നാലെ വന്നൊരു ജെൻഡർ റിവീൽ പരിപാടിനെ കുറിച്ചാട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് 2 ഫെബ്രുവരിക്കായിരുന്നു സ്കാനിങ് ഉണ്ടായിരുന്നു ഇവിടെ UK-യിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാവിടെയും കുട്ടിയുടെ ജെൻഡർ അറിയാൻ പറ്റും അതിൽ. അപ്പോൾ നമ്മളോട് പറയേണ്ട എൻവലപ്പിൽ എഴുതുന്ന മതി എന്ന് പറഞ്ഞപ്പോൾ നല്ല ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവരത് ചെയ്തു. അങ്ങനെ നമ്മളത് നിഹാലിനെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ പരിപാടിയുടെ പർച്ചേസിങ്ങും പിന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫൈനലി ഇതാ നമ്മൾ പാർട്ടി ഡേറ്റ് എത്തി. 16th ഫെബ്രുവരിക്കാണ് നമ്മൾ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും എല്ലാം ഞാൻ ഷീനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടി. നമ്മൾ അപ്പാർട്ട്മെന്റിന്റെ താഴെയുള്ള കോർട്ട്യാർഡിൽ വെച്ചിട്ട് ഔട്ട്ഡോർ പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തത്. ബിക്കോസ് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി ഈ ഒരു വെതർ ഭയങ്കര തണുപ്പും കാറ്റും എനിക്ക് ഒട്ടും പറ്റൂലായിരുന്നു കേട്ടോ. പക്ഷേ കാറ്റൊരു രക്ഷയില്ല, നമുക്ക് ആ കോർട്ട്യാർഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി നമ്മൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഹാളിലാണ് പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും മോർണിംഗ് തന്നെ നമ്മൾ ഡെക്കറേഷൻസും പ്രിപ്പറേഷൻസും കാര്യങ്ങളും കേക്ക് സെറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പരിപാടിൻ്റെ റിവീലിങ്ങിന് മുന്നായിട്ട് കുറച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, സാലു, റിസ, നദീർ ഞങ്ങളെല്ലാവരും ബോയ് ടീമായിരുന്നു. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ഇൻ ഗേൾ ടീം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഷെഫിക്ക് ഗേൾ ടീമും ഞാൻ ബോയ് ടീമും ആണെന്ന്. പക്ഷേ ഷെഫിക്ക് ഒരു ചെറിയ ഗസ്സിലാട്ടോ ഗേൾ ടീമായിട്ട് നിൽക്കണം. ഞാനാണെങ്കിൽ തുടക്കം മുതലേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോയ് ആണ്. പിന്നെ ഇവരുടെ ഫാമിലിയുടെ ജനറ്റിക്സ് അങ്ങനെയാണ്, ഫുൾ ബോയ്സ് ആണ് ഷെഫിക്കാരുടെ ഫാമിലിയിൽ. പിന്നെ അതുപോലെ എനിക്ക് ബാറ്റിയിൽ വല്ലാണ്ട് നോസ് ടയർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ ബോയ് ബേബി ആകുമ്പോഴാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടി ആവണമെന്ന് എന്റെ ആഗ്രഹം. എനിക്ക് എന്തായാലും ഒരു പെൺകുട്ടി വേണമെന്നാണ് അല്ല പെൺകുട്ടി വേണം, പക്ഷെ എന്തായാലും കൂടുതൽ വളരെ ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഇതുപോലെ എന്തുകൊണ്ടാണ് ബോയ് ടീം ആൻഡ് ഗേൾ ടീമിൽ നിന്നുള്ള 2 ഒപ്പീനിയൻസ് വരച്ചിട്ടുണ്ടാകും. പിന്നെ അതുപോലെ ബലൂൺ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും നമ്മൾ ബോയ് ടീമായിരുന്നു കേട്ടോ സ്കോർ ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ കളർ പൗഡർ റിവീലിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറി നോട്ടോ. ഈ ഹാലിന ബോക്സിൽ ഏത് കളറാണെന്ന് അവനിക്കാണല്ലോ അറിയുള്ളൂ. അപ്പോൾ ആ കളർ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം വിചാരിച്ച പോലെ തന്നെ ആയി. ഒന്നും എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നില്ല. മാഷാഅല്ലാ എല്ലാവരും ഉണ്ടായിരുന്നു. നിസാമിന് മാത്രം അന്ന് വർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് റെസ്റ്റ് ഓഫ് ദ 9 പീപ്പിൾസ് ആർ പ്രസന്റ്. അത് തന്നെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നെ നമ്മളവർ എക്സൈറ്റ്മെന്റിനെക്കാളും എനിക്ക് ആ കൂടെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫെബ്രുവരി മുതൽ 16th ഫെബ്രുവരി വരെയുള്ള 14th ഡേറ്റിൽ ഈ ഒരു സീക്രറ്റ് എങ്ങാനും റിവീൽ ആയി പോകുന്ന എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ആ ഒരു പാർട്ടി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എക്സൈറ്റ്മെന്റ് ഒന്ന് പിടിച്ചു തന്നു. അതുകൊണ്ട് പാർട്ടി കളർ ആയിട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ ബോയ്. അപ്പോൾ നമ്മളെ ബോയ് ബേബി ആണ്. പിന്നെ നമ്മളെ കേക്ക് കട്ടിങ്ങും പിന്നെ ലഡു വിതരണമൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടോ. ഈ ഒരു ലെറ്ററാണ് ഡോക്ടർ തന്ന എൻവലപ്പിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോഴാട്ടോ അത് കാണുന്നത്. പിന്നെ നമുക്കൊരു നെയിം സജഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിവീലിംഗിന് മുന്നായതുകൊണ്ട് തന്നെ ഗേൾ ടീം മൊത്തം ഗേളുടെ നെയിംസ് ആണ് സജസ്റ്റ് ചെയ്തത്, ബോയ്സ് ടീം മൊത്തം ബോയ്സിന്റെ നെയിംസ് ആണ് സജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഗേൾസിന്റെ നെയിം ഒക്കെ എടുത്ത് വായിച്ചു കേട്ടോ. എനിക്ക് ഒരുപാട് നെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. റിസ, ലൈത്ത്, 100th, ആൻഡ് എനി ഹൗ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഫുഡിങ്ങും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എടുത്തിട്ട് അന്നത്തെ ദിവസം മാഷാഅല്ലാഹ് ഞാൻ വിചാരിച്ച പോലെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.